ഒരു ഓപ്പൺ പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് പരിശോധിക്കാം. ഒരു ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിനെയാണ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത്. ഫ്ലൂട്ടൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് രണ്ട് ആൻറ്റി നോഡുകൾ രണ്ട് എൻഡുകളിലും ഹിറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് L ഈസ് ഈക്വൽ ടു നമുക്കറിയാം രണ്ട് ആൻറ്റി നോഡുകൾക്കിടയിലുള്ള അകലം λ/2 ആണ്. അപ്പോൾ L ഈസ് ഈക്വൽ ടു λ/2. അപ്പോൾ നമുക്കിവിടുന്ന് ലാംഡ കണ്ടുപിടിച്ചാൽ λ ഈസ് ഈക്വൽ ടു 2L എന്ന് ലഭിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അതിന് ν1 എന്ന് കൊടുക്കാം. നമുക്കറിയാം ν ഈസ് ഈക്വൽ ടു V/λ ആണ്. ലാംഡയ്ക്ക് പകരം 2L കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഹാർമോണിക്കാണ്. ഇനി അടുത്ത് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഓവർടോൺ പരിശോധിക്കാം. ഫസ്റ്റ് ഓവർടോൺ വരുമ്പോൾ നെക്സ്റ്റ് ആൻറ്റി നോഡ് വേണം ഈ ഓപ്പൺ എൻഡിൽ ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ആൻറ്റി നോഡുകൾക്കിടയിലുള്ള അകലം λ/2, അടുത്ത രണ്ട് ആൻറ്റി നോഡുകൾക്കിടയിലുള്ള അകലം λ/2. അപ്പോൾ ഇവിടെ L എന്ന് പറഞ്ഞാൽ 2λ/2 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ 2L/2 എന്ന് കിട്ടും. അവിടെ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ν2 ഈസ് ഈക്വൽ ടു ν2 എന്ന് കൊടുക്കാം ഫസ്റ്റ് ഓവർടോണിനെ. അപ്പോൾ ഈസ് ഈക്വൽ ടു V/λ. ലാംഡയ്ക്ക് പകരം 2L/2 കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മോഡ് V/2L ആണ്. അപ്പോൾ അതിൻ്റെ 2 ടൈംസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ഓവർടോൺ കിട്ടിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാർമോണിക്കാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഓവർടോൺ പരിശോധിക്കാം. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ വരുമ്പോൾ ഇതിൻ്റെ തേർഡ് ആൻറ്റി നോഡ് വേണം ഈ എൻഡിൽ ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു λ/2 ഉണ്ട്, ഇവിടെ ഒരു λ/2 ഉണ്ട്, ഇവിടെ ഒരു λ/2 ഉണ്ട്. അപ്പോൾ L എന്ന് പറയുന്ന ലെങ്ത് അവിടെ 3λ/2 ആയിരിക്കും. അവിടെ നമ്മൾ ലാംഡ കണ്ടുപിടിച്ചാൽ അവിടെ നമുക്ക് 2L/3 എന്ന് ലഭിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഓവർടോൺ നമുക്ക് ν3 എന്ന് വിളിക്കുവാണെങ്കിൽ ν3 ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/λ ആണ്. ലാംഡയ്ക്ക് പകരം 2L/3 ആണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ മോഡിൻ്റെ 3 ടൈംസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ തേർഡ് ഹാർമോണിക്കാണ്. അപ്പോൾ നമുക്കിവിടെ ν1 ഈസ് ടു ν2 ഈസ് ടു ν3 കണ്ടുപിടിച്ചാൽ നമുക്ക് 1:2:3 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻ്റ് ആണ്.